ശ്രീ ജിൻഡോ ജോൺ, നമുക്കറിയാം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രസംഗിക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല പാർലമെന്റിൽ. സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്പീക്കർ തന്നെ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ ജഗദംബിക പാലായിരുന്നു ചെയറിൽ. നമുക്കറിയാം ഒരു വലിയ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് രാഹുൽ ഗാന്ധി വളരെ ടാർഗറ്റഡ് ആയിട്ട് പ്രധാനമന്ത്രിയെ തന്നെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പം എപ്സ്റ്റീൻ ഫയൽസ് അദ്ദേഹം ആനുഷംഗികമായി പറഞ്ഞു പോകുന്നുണ്ട്. അദ്ദേഹം ജഗദംബിക പാൽ ഇടപെട്ട സമയത്ത് ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും അതേക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാൻ എപ്സ്റ്റീൻ ഫയൽസ് ഒരു കാരണമാണ് എന്ന് നമ്മുടെ പൊതുജന സമക്ഷം ബോധിപ്പിക്കാനുള്ള മെറ്റീരിയൽ ഒന്നും രാഹുൽ ഗാന്ധിയുടെ കയ്യിലോ മറ്റാരുടെയെങ്കിലും കയ്യിലോ ഇല്ലല്ലോ. അഭിലാഷേ, സ്വാഭാവികമായിട്ടും ഇപ്പൊ അഭിലാഷിന്റെ ചോദ്യം പോലെ തന്നെ സ്വാഭാവികമായിട്ട് ഈ ചോദ്യത്തിനൊരു ഉത്തരം മറു ചോദ്യം ചോദിച്ചാൽ പിന്നെ എന്തിനാണ് നരേന്ദ്രമോദി ട്രംപ് പറയുമ്പോൾ തുള്ളിക്കളിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാത്തത്. ഇന്ത്യയുടെ കാർഷിക മേഖല, ഇപ്പോൾ ശിവദാസൻ MP പറഞ്ഞ പോലെ ഇന്ത്യയുടെ കാർഷിക മേഖലയിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ തീരുവയില്ലാതെ ഇറക്കുകയും നമ്മുടെ ഉൽപ്പന്നങ്ങൾ തിരിച്ചങ്ങോട്ട് കയറ്റുമതി ചെയ്യുമ്പോൾ കൂടിയ തീരുവ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. അത് എന്തിനു വേണ്ടിയായിരിക്കും? ഇനി അടുത്തത് ക്ഷീരമേഖല. കുറച്ചു കാലം മുമ്പ് ഇവർ പറഞ്ഞ അമേരിക്കയിൽ നിന്ന് വരുന്ന പാലൊക്കെ നോൺ വെജ് പാലാണ്, അവിടെ ബോൺ മീൽ ഉപയോഗിച്ചിട്ടാണ് പശുക്കൾക്കൊക്കെ തീറ്റ കൊടുക്കുന്നത്, അതുകൊണ്ട് അവ നോൺ വെജ് പാലാണ്, ഇവിടുത്തെ വെജിറ്റേറിയൻ പാലിൻ്റെ ഗുണമില്ലെന്നൊക്കെയാണ്. ഇവർ വലിയ സസ്യാഹാരികളും അതിൻ്റെ പ്രൊമോട്ടേഴ്സും ഒക്കെയാണല്ലോ. ഇപ്പൊ പിന്നെ എന്തിനാ അമേരിക്കയുടെ നോൺ വെജ് പാലും പാലുൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്? അപ്പോൾ ഇവിടുത്തെ ക്ഷീര കർഷകരെ വഞ്ചിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നോക്കിയാൽ 3% നമ്മുടെ കയറ്റുമതി തീരുവയുണ്ടായിരുന്നു. അത് 50 പിന്നെ 18 കുറച്ചു. ഇവർ പറയാം 50 നിന്ന് 18 കുറച്ചപ്പോൾ ട്രംപിന് നന്ദിയുണ്ടേ എന്ന്. അതായത് 3 നിന്ന് 18 എന്ന് ഇവർ പറയുന്നില്ല. അപ്പോൾ അതങ്ങനെ കൂട്ടുന്നു. ഇനി ഒരു കാര്യം ചെയ്തിട്ട് ഊർജം, നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് കിട്ടുന്ന എണ്ണ അമേരിക്കയിൽ നിന്ന് കൂടിയ വിലയ്ക്ക് മേടിക്കുന്നു. ഇവിടെ ഇപ്പോൾ പത്മകുമാർ ഉണ്ടല്ലോ, ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം നഗരത്തിൽ നിങ്ങൾക്ക് 100 രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്ന പമ്പുണ്ട്, 200 രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്ന പമ്പുണ്ട്. അപ്പോൾ താങ്കൾ എന്ത് ചെയ്യും? 200 രൂപയ്ക്ക് കിട്ടുന്ന പെട്രോൾ കിട്ടുന്ന പമ്പിൽ നിന്ന് മാത്രമേ ഞാൻ വാങ്ങുള്ളൂ എന്ന് താങ്കൾ പറയുമോ? അവിടുത്തെ മുതലാളി പറയുക പത്മകുമാർ 200 രൂപയുടെ പെട്രോൾ കിട്ടുന്ന എൻ്റെ പമ്പിൽ നിന്നേ വാങ്ങുന്നുള്ളൂ, 100 രൂപയ്ക്ക് കിട്ടുന്ന അപ്പുറത്തെ പമ്പിൽ നിന്ന് വാങ്ങില്ല എന്ന് പറയുമ്പോൾ പത്മകുമാർ താങ്ക് യു എന്നാണ് പറയുക? അല്ലല്ലോ. ഇതിനെയാണ് നമ്മൾ പറയുന്ന വിധേയത്വം. വിശ്വഗുരു വലിയ വിധേയത്വത്തോടെ ട്രംപിന്റെ മുമ്പിൽ മുട്ടിലഴയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ട്രംപ് തീരുമാനിക്കുന്നു, മോദി താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുക, മോദി മറ്റൊന്നും പറയുന്നില്ല. എന്നിട്ട് നിങ്ങൾ പറയാ നരേന്ദ്രമോദി പറയുന്നത് കേൾക്കുന്നില്ലെന്ന്. ഇദ്ദേഹം പണ്ടും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോട്ട് നിരോധിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് എത്രയാ 50 ദിവസം തന്നാൽ മതി, ഒക്കെ ശരിയാക്കി തരാമെന്ന്. ഒന്നും ശരിയായില്ല. 2014 വന്നപ്പോൾ പറഞ്ഞു 5 കൊല്ലം ഈ രാജ്യത്തെ ശരിപ്പെടുത്തുമെന്ന്. ശരിപ്പെടുത്തിയെന്ന് മാത്രമല്ല, മനുഷ്യർക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാതാക്കി. ഇപ്പോൾ നിങ്ങൾ പറയാം ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് രാജ്യദ്രോഹമാണെന്ന്. ഈ രാജ്യത്തെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മുമ്പിൽ തങ്കത്തളികയിൽ വെച്ചു കൊടുക്കുമ്പോൾ, ഈ രാജ്യത്തെ അപ്പാടെ വിൽക്കുമ്പോൾ അതിനെതിരെ പറഞ്ഞാൽ രാജ്യദ്രോഹം. നിങ്ങൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ലെന്ന്. നിങ്ങൾക്ക് ഉണ്ടാവില്ല കോംപ്ലക്സ്. ഈ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ അമേരിക്കന്റെ പ്രസിഡന്റ് കയറി നിരങ്ങുമ്പോൾ നിങ്ങൾക്ക് കോംപ്ലക്സ് ഉണ്ടാകില്ല. അതിന് ആത്മാഭിമാന ബോധം ഉണ്ടാകണം, യഥാർത്ഥ രാജ്യസ്നേഹം ഉണ്ടാകണം. രാജ്യസ്നേഹം, RSSന്റെ രാജ്യസ്നേഹം ഇങ്ങനെയാണ്. രാജ്യത്ത് വല്ലവരും കയറി നിരങ്ങുമ്പോഴും അപ്പുറത്തുനിന്ന് നിരങ്ങാൻ വരുന്നവരെ പിന്തുണയ്ക്കുന്ന ശീലമാണ് RSSന് പണ്ടും ഉണ്ടായിരുന്നത്. ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ച കാലത്തും നിങ്ങൾ അവർക്ക് ഒളിസേവ ചെയ്യുന്ന പരിപാടിയിലായിരുന്നു. ഇന്നിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് ഈ രാജ്യത്തിന്റെ വ്യാപാര കരാറിലും ഈ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലും ഈ രാജ്യത്തിന്റെ പ്രതിരോധ കാര്യങ്ങളിലും ഒക്കെ തീരുമാനമെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അമേരിക്കയുടെ മുമ്പിൽ പോയി മുട്ടിലഴയുന്ന നരേന്ദ്രമോദി എന്തിന്റെ പേരിൽ അഴയുന്നു എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടണ്ടേ? ഇവിടെ നിങ്ങൾ പറയുന്നില്ലേ ഈ രാജ്യത്തെ ജനങ്ങളോട് മറുപടി പറഞ്ഞോളാന്ന്. നിങ്ങൾ ജനങ്ങളോട് മറുപടി പറയാത്ത എന്തുകൊണ്ടാണെന്നറിയോ? കൃത്രിമമായിട്ട് EVM-ലൂടെ, കൃത്രിമമായിട്ട് വോട്ടർ പട്ടികയിലൂടെ, വോട്ട് ചോരിയിലൂടെ ഒക്കെ അധികാരത്തിൽ വന്നവർക്ക് വോട്ടർമാരോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ മുമ്പിൽ മുട്ടിലഴയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ സംശയിക്കുന്നു ഈ നരേന്ദ്രമോദിയും അംബാനിയും അദാനിയും എപ്സ്റ്റീൻ ഫയൽസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുമൊക്കെ ഈ വിറയ്ക്കുന്നത് ഇവരുടെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. ഇവരുടെ രാഷ്ട്രീയ ഭാവി നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും അമേരിക്കയുടെ മുമ്പിൽ മറ്റേ കച്ചവടത്തിന് വെച്ചു കൊടുക്കുന്നത്, തെരുവ് വാണിഭത്തിന് വെച്ചു കൊടുക്കുന്നത് രാജ്യദ്രോഹമാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ പേരാണ് രാജ്യദ്രോഹം. ട്രംപ് നിരന്തരം ഈ രാജ്യത്തെ അധിക്ഷേപിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഒരക്ഷരം മിണ്ടാത്ത മോദിയുടെ മൗനം പോലും രാജ്യദ്രോഹമാണെന്നുള്ള തിരിച്ചറിവ് BJPക്ക് ഉണ്ടാകണം.